ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അനവധി വിമാനങ്ങൾ ഹാജിമാരെയും കൊണ്ട് സൗദി അറേബ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലാണ് നാം ഉള്ളത്. അത് വിമാനത്തിലൂടെയെന്ന് മാത്രമല്ല, കടൽ മാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയൊക്കെയുമായി ലക്ഷക്കണക്കിന് ആളുകൾ കഅബ ശരീഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ഹജ്ജിന്റെ സമയമായി കഴിഞ്ഞാൽ പരിശുദ്ധമായ മക്കത്തുൽ മുകറമ ജനലക്ഷങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടും. അത്രമേൽ ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന ഒരു പ്രദേശമായി മാറും മക്കത്തുൽ മുകറമ. അത് ഹജ്ജിന്റെ സീസൺ എന്ന് മാത്രമല്ല, ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞാലും ഉംറ നിർവഹണത്തിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ കഅബ ശരീഫിന്റെ ചുറ്റുമായി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ സത്യത്തിൽ ഇതിന്റെ വിപരീതമായ ഒരു സംഭവം മക്കത്തുൽ മുകറമയിൽ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയവറക്കുന്ന ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുകയാണ്, ഓ ഇബ്രാഹിം നബിയെ, അങ്ങ് നിന്റെ ഭാര്യയെയും നിന്റെ മകനെയും കൊണ്ടുപോയി വിജനമായ മക്കത്തുൽ മുകറമ, ഇന്നത്തെ പോലുള്ള മക്കയല്ല, അന്ന് ഒരു മനുഷ്യൻ പോലും താമസിക്കാത്ത ഒരു പ്രദേശമായിരുന്നു കഅബയുടെ പരിസരം എന്ന് പറയുന്നത്. ഇന്നത്തെ പോലെ ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന സ്ഥലമായിരുന്നില്ല. അന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാൻ മാർഗമില്ലാതിരുന്ന കാലഘട്ടം. അവിടെ ഒരാൾക്ക് വെള്ളം കിട്ടുകയില്ല, ഒരു പിടി ഭക്ഷണം കിട്ടുകയില്ല, ഒരു മനുഷ്യരെ പോലും കാണാൻ കഴിയില്ല. എന്തിനേറെ പക്ഷി മറവാദികൾ പോലും മൃഗങ്ങൾ പോലും വരാത്ത ഒരു വിജനമായ ഒരു പ്രദേശമായിരുന്നു കഅബയുടെ പരിസരം എന്ന് പറയുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. ഒരുപാട് നാളുകൾ മക്കളില്ലാതിരുന്ന അവസാനം മകനെ കിട്ടിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോര പൈതലിനെ കൊണ്ടുപോയി മക്കത്തുൽ മുകറമയുടെ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. അങ്ങനെ ഇറാഖിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനായ ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ തന്റെ എല്ലാമായ കൂടെ കിടന്നിരുന്ന തന്റെ ഇണയായ ഉമ്മു ഹാജറ റളിയല്ലാഹു തആല അൻഹയും കൂട്ടി അതാ മക്കത്തുൽ മുകറമയുടെ പരിസരത്തേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു മനുഷ്യനെയും കാണാനില്ല, അവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാനൊരു വകയുമില്ല, അവിടെ ഭക്ഷണം കിട്ടാനൊരു വകയുമില്ല, അവിടെ ആരോടും തിരിഞ്ഞു നോക്കാത്ത ഒരു വിജനമായ പ്രദേശത്ത് വല്ലാത്ത ചൂട് കൊണ്ട് അസഹ്യമായി ചുട്ടുകൊല്ലുന്നതായ മണൽത്തരിയിലേക്ക് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് മടങ്ങി പോകുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, റബ്ബനാ ഇന്നി അസ്കൻതു മിന ദുനിയതി ബിവാദി ഗൈരി ദീ അല്ലാഹുവേ, നീ പവിത്രമാക്കപ്പെട്ടതായ നിന്റെ പവിത്രമായ കഅബ ശരീഫിന്റെ ആ കഅബ ശരീഫിന്റെ ചാര കൊണ്ടുപോയി നീ എന്റെ മകനെയും എന്റെ ഭാര്യയെയും കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്നുള്ള നിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് ഞാൻ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി താമസമാക്കിയിരിക്കുന്നു. എങ്ങനെയുള്ള സ്ഥലമാണത്? കൃഷിയൊന്നുമില്ലാത്ത, വെള്ളമൊന്നുമില്ലാത്ത, ഒരു ജനങ്ങളുടെയും ഒരു ശ്വാസം പോലുമില്ലാത്ത, മൃഗങ്ങളില്ലാത്ത, പക്ഷിപറവാദികളില്ലാത്ത ഒരു വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയിട്ട് തന്റെ ഭാര്യയെയും തന്റെ മകനെയും കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് മടങ്ങാൻ പോകുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, 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 ഞാനിവിടെ കൊണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കണേ. ഒരിക്കലും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന പ്രതീക്ഷയല്ല. അല്ലാഹുവിന്റെ കൽപ്പന എന്താണോ അതുപോലെ നിർവഹിക്കുക എന്ന തരത്തില് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, റബ്ബനാ ലിയുഖീമുസ്സലാ ഫജ്അൽ അഫ്ഇദതം മിനന്നാസ്. അല്ലാഹുവേ, എന്റെ ഭാര്യ
പാരമ്പര്യം ഇവിടെ നിസ്കാരം നിലനിർത്താനാണ് റബ്ബേ. ഫജ്അൽ അഫ്ഇദതൻ മിനന്നാസ്, ജനങ്ങളൊന്നും വരാത്ത ഈ പ്രദേശത്തിൽ അല്ലാഹുവേ ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുടെ ഹൃദയത്തിൽ ഇവരോടൊരു ചായുതി ഇട്ടുകൊടുക്കണേ അല്ലാഹ്. ഇവരെ നീ മുറ്റപ്പെടുത്തല്ലേ അല്ലാഹ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. വർസുഖുഹും മിനസ്സമറാത്ത്, ഇവരെ നീ പട്ടിണിക്കിടല്ലേ അല്ലാഹ്. ഉപജീവന മാർഗ്ഗം നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദിയുള്ളവരായി മാറിയേക്കാം അല്ലാഹ് എന്ന ദുആ നടന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യയെയും മകനെയും കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് മടങ്ങി പോകുമ്പോ അതാ മഹതിയായ ഉമ്മു ഹാജറ റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, ഓ ഇബ്രാഹിം നബിയേ, ഇലാ അയ്യി ശൈഇൻ തഖിലുനാ, നമ്മളെ ആരെ ഏൽപ്പിച്ചിട്ടാ നിങ്ങൾ മടങ്ങുന്നത്? ആരോരുമില്ലാത്ത വിജനമായ പ്രദേശത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാൻ നിർവാഹമില്ലാത്ത ഈ പരിസരത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് ആരെ ഏൽപ്പിച്ചിട്ടാ ഇബ്രാഹിം നബിയെ നിങ്ങൾ കടന്നു പോകുന്നത്? ഇലാ അയ്യി ശൈഇൻ തഖിലുനാ, ഇലാ തആമിൻ തഖിലുനാ, നമ്മുടെ ഭക്ഷണങ്ങൾ ആരെ ഏൽപ്പിച്ചിട്ടാ നിങ്ങൾ കടന്നു പോകുന്നത്? ഇലാ ശറാബിൻ തഖിലുനാ, നമുക്കൊരു തുള്ളി വെള്ളം ആരെ ഏൽപ്പിച്ചിട്ടാ നിങ്ങൾ കടന്നു പോകുന്നത്? വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ആരോരും വിജനമായ പ്രദേശത്ത് ആരോരുമില്ലാത്ത ഈ വിജനമായ പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് ചുട്ടുകൊള്ളുന്ന മണൽത്തരിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് ആരെ ഏൽപ്പിച്ചിട്ടാ നിങ്ങൾ കടന്നു പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫജഅല ലാ യറുദ്ദു അലൈഹാ ശൈആ, എന്ത് പറയണമെന്നറിയാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലേ കൊണ്ടാക്കിയത് എന്ന് പറയണമെന്നറിയാതെ പതറുമ്പോ അതാ ഒരു പെണ്ണിന്റെ വാക്കാണ് ശ്രദ്ധിച്ചു കേൾക്കണേ. മഹതിയായ ഉമ്മു ഹാജറ, മഹതിയായ ഉമ്മു ഹാജറ റളിയല്ലാഹു തആല അൻഹ അതാ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, ഓ ഇബ്രാഹിം നബിയേ, അല്ലാഹു അമറക ബിഹാദാ, ഇത് നമ്മുടെ രക്ഷിതാവ് അങ്ങയോട് കൽപ്പിച്ചതാണോ നബിയേ? ഓ ഇബ്രാഹിം നബിയേ, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ ആരോരുമില്ലാത്ത ഈ ചുട്ടുകൊള്ളുന്ന മണൽത്തരിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ ഇബ്രാഹിം നബിയേ? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നഅം യാ ഹാജറ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് മോളെ ഹാജറ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇത് കേൾക്കേണ്ട താമസം ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. മഹതിയായ ഹാജറ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കെന്താണെന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ മണ്ണാർക്കാടിന്റെ പരിസരത്തൊരു ഉമ്മ പോലും പറയാത്ത വാക്ക്, ഈ മണ്ണാർക്കാടിന്റെ പരിസരത്തൊരു പെണ്ണ് പോലും പറയാത്ത വാക്ക് മഹതിയായ ഉമ്മു ഹാജറ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ആരോരുമില്ലാത്ത മണൽത്തരിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ടൊന്നും നമുക്കൊരു പ്രശ്നവുമില്ല, ഭക്ഷണമില്ല, പാനീയങ്ങളില്ല, ആരോരുമില്ലാത്ത വിജനമായ പ്രദേശം, അതിലൊന്നും ഒരു പ്രശ്നമേ അല്ല. ഓ ഇബ്രാഹിം നബിയെ, അങ്ങ് സമാധാനത്തോടെ മടങ്ങിക്കൊണ്ടോ, അങ്ങ് വിഷമിക്കല്ലേ, അങ്ങ് പ്രയാസപ്പെടല്ലേ, അങ്ങ് ദുഃഖിക്കല്ലേ. എന്നിട്ടതാ മഹതിയായ ഉമ്മു ഹാജറ റളിയല്ലാഹു അൻഹ പറയുകയോ, അല്ലാഹുവിന്റെ കൽപ്പനയാണോ? എന്നാൽ നമുക്കതൊരു പ്രശ്നമേ അല്ല, അല്ലാഹു നമ്മളെ കൈവിടുകയേ ഇല്ല. മഹതിയായ ഉമ്മു ഹാജറ റളിയല്ലാഹു തആല അൻഹ. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാരോ നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരിമാരോ ആരെങ്കിലും അറിയുമെങ്കിലുള്ള ഒരവസ്ഥ ചിന്തിച്ചു. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു അല്പം കുറവ് സംഭവിച്ചാൽ വീട്ടിൽ കയറാൻ പറ്റുമോ? വീട്ടിൽ കയറാൻ പറ്റുമോ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. ഉറക്കെ പറഞ്ഞു ചെന്നാല് എന്തായാലും കെട്ടിക്കഴിഞ്ഞെങ്കിൽ നന്നാവൂലെന്നാണ്.
അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. ഉറക്കപ്പുറ അള്ളാഹു നന്നാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും അള്ളാഹു തആല നമ്മോടൊപ്പം എത്തിച്ചു തരുമാറാകട്ടെ. അന്ന് പറയാൻ വലിയ പാടാണ്. ഇവിടെ ദുനിയാവിൽ ഇത് സഹിക്കാൻ വയ്യ, ആഖിറത്തിലൂടെ എങ്ങനെ സഹിക്കുന്നതായിരുന്നു. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരട്ടെ, സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. പിന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹതിയായ ഉമ്മു ഹാജറ റളിയല്ലാഹു തആല അൻഹാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണോ ഇത് എന്നാ നിങ്ങൾ കേൾക്കണ്ട, ധൈര്യമായി നിങ്ങൾ പോയിക്കോ, അള്ളാഹു നമ്മളെ പാഴാക്കില്ല. ഈ ഒരു വാക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. ഏത് പ്രയാസങ്ങൾ വന്നാലും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും, ആ സമയത്തൊക്കെയും നമ്മളെ അള്ളാഹു പാഴാക്കുക എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരണം. അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. ഇതാണ് മഹാനായ ഇബ്രാഹിമിയ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്ത് പ്രയാസങ്ങൾ വരട്ടെ, എന്ത് പ്രതിസന്ധികൾ വരട്ടെ, നമുക്കൊന്നും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്നിട്ടുണ്ടോ? നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ച ത്യാഗത്തിന്റെ 100 ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉറക്കെ പറയും, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. യഥാർത്ഥ രീതിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണ അയവർക്കായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മഹതിയായ ഉമ്മു ഹാജറ റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോവുകയാണ്. കുറച്ച് വെള്ളവും കുറച്ച് കാരിക്കയും മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്. കഴിച്ചു തീർന്ന അവസാനം വെള്ളമില്ല, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനില്ല. തന്റെ കൈകുഞ്ഞിനെ, പിഞ്ചോമനയായ കൈകുഞ്ഞിനെ എടുത്ത് മാറിടത്തേക്ക് ചേർത്ത് വെച്ചിട്ട് മുലപ്പാല് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ റബ്ബേ മുലപ്പാല് വരുന്നില്ല കേട്ടോ. അവസാനം രക്തം വരാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ബലഹീനയായി പോയ ആ ഉമ്മു ഹാജറ റളിയല്ലാഹു തആല ഒരക്ക് വെള്ളം പോലും കിട്ടാതെ എന്ത് ചെയ്യണമെന്നറിയാതെ പാതയിൽ നഷ്ടപ്പെട്ട പതിയെ പോലെ വളർന്നു. അല്ലാഹുവേ, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലല്ലോ. അതാ അവിടെ നിന്ന് ആ പിഞ്ചോമന കുഞ്ഞിനെ ആ മണത്തടിയിൽ കിടത്തിയിട്ട് വളർന്ന് ഓടുകയാണ് സഫയിലേക്ക്. സഫാ മർവയിലേക്ക് ഓടുകയാണ്. അതാ മർവയിൽ നിന്ന് സഫയിലേക്ക്, സഫയിൽ നിന്ന് മർവയിലേക്ക് മാറി തിരിഞ്ഞ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാ. ഓരോ ഭാഗത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, ആരെങ്കിലും ഉണ്ടോ? ഒരിറക്ക വെള്ളം തരാ, ഒരിറക്ക വെള്ളം തന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതാ ഗ്രഹത്തിനോട് എന്നാലും പറയാൻ കഴിയുമോ? ഇത്രമേൽ ത്യാഗത്തിന്റെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. മഹതിയായ ഉമ്മു ഹാജറ റളിയല്ലാഹു അൻഹാ ഓടുകയാണ് സഫയിലേക്ക്. സഫയിൽ നിന്ന് മർവയിലേക്ക് 7 പ്രാവശ്യം ഓടുകയാണ്. 7 പ്രാവശ്യം ഓടിയാലും വെള്ളം കൊടുക്കാമെന്നുള്ള പറഞ്ഞിട്ടില്ല. 7ആണോ 70ആണോ 70,000 അറിയില്ല. ആരോരുമില്ലാത്ത വിതരമായ പ്രദേശത്ത് കൂടി മഹതിയായ ഉമ്മു ഹാജറ റളിയല്ലാഹു അൻഹാ ഓടുകയാണ്. ആ സമയത്താണ് അശരീരി കേൾക്കുന്നത്. ആ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ആരോ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ മഹതിയായ ഉമ്മു ഹാജറ റളിയല്ലാഹു അൻഹ ചോദിക്കുകയോ, എന്തേലും ഒരു ഭക്ഷണം തരുമോ, വെള്ളം തരുമോ, എന്തേലും ഒരു നന്മയായ കാര്യമൊന്നും ചെയ്തു തരുമോ? ശബ്ദമാണത്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, പോകണം ഉമ്മു ഹാജറ, നിങ്ങളുടെ മകൻ കിടന്ന് കാലിട്ടടിക്കുന്ന ഭാഗത്തുനിന്നോ ഉറവട്ടി വെള്ളം വരികയാ. നിങ്ങൾ അവിടേക്ക് കടന്നു പോകണേ. അവിടേക്ക് കടന്നു പോകുമ്പോൾ കണ്ട കാഴ്ച അൽഹംദുലില്ലാഹ് എന്തൊരു സന്തോഷമായിട്ടുണ്ടാകും. ആ വെള്ളമാണ് ഇന്നും സുലഭമായി നമുക്ക് കിട്ടുന്നത്. ആ വെള്ളം ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് മുഴുവനും അല്ലാഹു കുടിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഹജ്ജിന് പോകുമ്പോ ഉംറയ്ക്ക് പോകുമ്പോ നമ്മൾ വസിയ്യത്ത് ചെയ്തു, നമുക്ക് വേണ്ടി നിങ്ങൾ ദുആഇറക്കണേ, വരുമ്പോ ഒരു കുപ്പി സംസം വെള്ളമെങ്കിലും നമുക്കൊന്ന് കൊണ്ടുതരണേ. നബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ സംസം വെള്ളം എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കുടിക്കുന്നത് അത് അതിനു വേണ്ടി തന്നെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അപ്പോൾ ഒരടപ്പ് സംസം വെള്ളം കിട്ടിയാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് അത് കുടിക്കുക, അത് സഫലമാകും എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലെ